ചില സമയങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ഭ്രാന്ത് കയറും, നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. മേ ബി പല കാരണങ്ങളും കൊണ്ടാവാം. പക്ഷേ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോഴൊക്കെ എടുത്തു ചാടി എന്തെങ്കിലും ഒരു കാര്യം പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. പക്ഷേ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ചില കോൺസിക്വൻസസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ എടുത്തു ചാടി അന്നേരം ചെയ്ത ആ കാര്യത്തിന് നമ്മൾ വീണ്ടും ചോദ്യം ചെയ്യും. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു, ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്തായാലും അത്തരം ഒരു എടുത്തു ചാടി, അല്ലെങ്കിൽ മേ ബി ഇറിറ്റേറ്റഡ് ആയതാവാം, എന്തായാലും അങ്ങനെ എടുത്തു ചാടിയതിൻ്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായ വളരെ രസകരമായിട്ടുള്ള ഒരു കഥ, ഒരു നടന്ന കഥയാണ് കേട്ടോ, നടന്ന സംഭവമാണ് ഏകദേശം 2 ആഴ്ചയ്ക്ക് മുന്നേ. അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. നമ്മുടെ ലൈഫിൽ അത് പറ്റാറുള്ള കാര്യങ്ങളാണല്ലോ. ചിലപ്പോഴൊക്കെ എടുത്തിയാടി എൻ്റെ ലൈഫിൽ പറ്റിയിട്ടുണ്ട്. പക്ഷേ പിന്നെ ഇപ്പോൾ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഞാൻ കുറേയൊക്കെ ഈ വള്ളികളിൽ നിന്നൊക്കെ ഒഴിവാകാൻ നോക്കുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറിയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്തായാലും അതിനെക്കുറിച്ചുള്ള കുറച്ച് രസകരമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ മൈ ഡിയർ ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണനാണ് കൂടെയുള്ളത്. ആൻഡ് ഇന്ന് നിങ്ങൾക്ക് പ്രത്യേകത ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മളുടെ ഡെയിലി പോഡ്കാസ്റ്റ് വളരെ വിജയകരമായിട്ട് 3-ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. 3-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങി നമ്മളിത് വീഡിയോ പോഡ്കാസ്റ്റായിട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എനിക്ക് ചിലരൊക്കെ ഫീഡ്ബാക്ക് തന്നിരുന്നു. എനിക്കറിയാം നമ്മുടെ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ ആ കുറച്ച് ആൾക്കാരിൽ വളരെ ജെന്യുവനായിട്ട് കേൾക്കുകയും ഫീഡ്ബാക്ക് തരികയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ചിലരൊക്കെ എന്നോട് പറഞ്ഞത്, ചേട്ടാ ഇത് യൂട്യൂബിൽ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരുന്നു, ഓഡിയോ മാത്രം ആവാതെ. അതായത് സ്പോട്ടിഫൈയിലാണ് കൂടുതൽ ആൾക്കാർ ഓഡിയോ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ശീലിച്ചേക്കുന്ന കാരണം ആക്ച്വലി ഇരുന്ന് സംസാരിക്കുന്ന രീതിയിൽ ഒരു വീഡിയോയോടുകൂടി പോഡ്കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നെനിക്ക് ചില ഫീഡ്ബാക്ക് കിട്ടിയതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങി ഞാൻ വീഡിയോ പോഡ്കാസ്റ്റായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ വീഡിയോ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഓഡിയോ ആയിട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ തന്നെ കേൾക്കാം. ബിക്കോസ് വിഷ്വലിന് ഞാൻ അത്ര പ്രാധാന്യം, അല്ലെങ്കിൽ നിങ്ങളിത് നിർബന്ധമായും കണ്ടിരിക്കേണ്ട പോലത്തെ സാധനങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ജസ്റ്റ് ഞാൻ സംസാരിക്കുന്ന തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കത് ഓഡിയോ പോഡ്കാസ്റ്റായിട്ടും കേൾക്കാം കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് നമുക്കെന്തായാലും ഇന്നത്തെ പാട്ടൊന്ന് കേട്ട് മനസ്സൊന്ന് ശാന്തമാക്കിയതിന് ശേഷം എടുത്തു ചാടൽ കഥയിലേക്ക് നമുക്ക് വരാം. ഓവർ ടു ദ സോങ്. തെன்றൽ എന്നെ തീണ്ടിനാൽ சேலை தீண்டும் ஞாபகம், சின்ன பூக்கள் பார்க்கையில் தேகம் பார்த்த ஞாபகம், வெள்ளி ஓடை பேசினார் சொன்ன வார்த்தை ஞாபகம், மேகம் ரெண்டும் சேர்கையில் மோகம் கொண்ட ஞாபகம், வாயில்லாமல் போனார் வார்த்தை இல்லை பெண்ணே, நீ இல்லாமல் போனார் வாழ்க்கை இல்லை கண்ணே, முள்ளோடுதான் முத்தங்களால் சொல் சொல் காதல் ரோஜாவே எங்கே நீ எங்கே, கண்ணீர் வழியுதடி என் கண்ணே, கண்ணுக்குள் நீதான் கண்ணீரில் நீதான், கண்மூடி பார்த்தால் நெஞ்சுக்குள் நீதான், എന്നാനതോ ഏതാനതോ சொல் சொல். യെസ്, അപ്പോൾ കമ്മിങ് ബാക്ക് ടു നമ്മൾ ഇന്ന് സംസാരിച്ച് വന്ന കാര്യം, എടുത്ത് ചാട്ടത്തിൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആക്ച്വലി ഒരു ഏകദേശം 2 ആഴ്ചയ്ക്ക് മുന്നേ നമ്മളുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലുണ്ടായ ഒരു സംഭവമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അത് ഓൾറെഡി ന്യൂസിലൊക്കെ വന്നതാണ് കേട്ടോ. അതായത് ട്രിവാൻഡ്രം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി, ആഫ്രിക്കയിൽ ബിസിനസ്സുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹവും മകനും വൈഫും മറ്റ് 4 പേരുമായിട്ട് തായ്ലൻഡിലേക്ക് പോകാനുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് എയർപോർട്ടിലെത്തിയതാണ്. അപ്പോൾ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ സെക്യൂരിറ്റി പരിശോധന. ഇപ്പോൾ നമ്മളുടെ കൊച്ചി എയർപോർട്ടിൽ കൂടി യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാർക്കറിയാം, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ചെക്കാണ് ഇവിടെ ഉള്ളത്. എനിക്ക് തന്നെ പല സമയത്തും ഫ്രസ്ട്രേറ്റഡായി നമുക്ക് ഭയങ്കര പ്രഷറൊക്കെ വരും.
അതായത് നമ്മളുടെ കയ്യിലൊന്നും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സാധനവും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും എന്തോ നമ്മുടെ കയ്യിലുള്ള പോലെ നമുക്ക് തന്നെ ഒരു ടെൻഷൻ വരും. ഈച്ചാൽ ഇനി ഞാൻ അറിയാതെ വല്ല നഖം വെട്ടി അങ്ങ് ഇരുന്നാലും മതി അതിൻ്റെ അകത്തെ. അതാ ഞാൻ പറയുന്നത്, നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് കൊണ്ടുപോകുന്ന ക്യാബിൻ ലഗേജിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഇനി പെട്ടിട്ടുണ്ടോ, അത് കഴിഞ്ഞ് കിട്ടുന്നവരെ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. എന്തായാലും ഈ ഒരു വ്യക്തി ഈ സെക്യൂരിറ്റി പരിശോധനയ്ക്ക് നിന്ന സമയത്ത് ബാഗിൽ എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ടാവും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പുള്ളിനോട് ചോദിച്ചു, എന്താണ് ഈ ബാഗിൻ്റെ അകത്ത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബോംബാണ്. സിമ്പിൾ, യെസ്, ഇതിൻ്റെ ഉള്ളിൽ ബോംബാണ്. അപ്പോൾ ഉദ്യോഗസ്ഥർ വീണ്ടും ഞെട്ടിയിട്ട് അവർ പിന്നെയും ചോദിക്കുകയാണ്, പറയൂ എന്താണ് ഇതിൻ്റെ അകത്ത്? അപ്പോൾ ഈ ഇദ്ദേഹം വീണ്ടും അതിൽ ബോംബാണ് എന്ന് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മേ ബി 2 കാരണങ്ങളാവാം പുള്ളി അങ്ങനെ പറഞ്ഞത്. ഒന്നാമത്തത് വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാവാം. രണ്ടാമത്തത് ഈ സെക്യൂരിറ്റി പരിശോധനകളുടെ ആ ഒരു അതിൽ ഇറിറ്റേറ്റഡ് ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ഷൂസ് അഴിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ബെൽറ്റ് അഴിക്കണം, ഫോണും ഇതെല്ലാം വേറെ ട്രെയിലിടണം, ബാഗിൻ്റെ അകത്ത് ലാപ്ടോപ്പിൻ്റെ അത് പുറത്തെടുത്തിട്ട് വേറെ ട്രെയിലിടണം. ലിറ്ററലി നമ്മൾ എയർപോർട്ടിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ യാത്ര ചെയ്യുന്നവർക്കറിയാം, നമ്മൾ ലിറ്ററലി അവിടെ നമ്മൾ അൺപാക്ക് ചെയ്യണം ഫുള്ളായിട്ട്. നമ്മളുടെ ക്യാബിൻ ലഗേജ് മൊത്തത്തിൽ അൺപാക്ക് ചെയ്തിട്ട് പിന്നെ ഇതെല്ലാം ചെക്കിങ് കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയി ഇത് വീണ്ടും റീപാക്ക് ചെയ്യണം. മേ ബി ആ ഒരു സാധനത്തിൽ ഇറിറ്റേറ്റഡ് ആയിട്ടായിരിക്കാം പുള്ളി ബോംബ് എന്ന് പറഞ്ഞത്. എനിക്ക് രണ്ടാമത്തെ ഈ ഇറിറ്റേറ്റഡ് ആയ കാരണമാണെന്നാണ് എനിക്ക് കൂടുതൽ തോന്നുന്നത്. കാര്യം സെക്യൂരിറ്റി ഓഫീസേഴ്സിൻ്റെ അടുത്ത് തമാശ പറയാൻ അത്രയ്ക്കും വിവരമില്ലാത്തൊരു വ്യക്തിയാണ് ഈ ആഫ്രിക്കയിൽ ബിസിനസ്സുള്ള ഇദ്ദേഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്തായാലും ഇത് പറഞ്ഞതോടുകൂടി അവിടുത്തെ രംഗം കംപ്ലീറ്റ് മാറി എന്നുള്ളതാണ്. കാരണം ഒരു എയർപോർട്ടിലെ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് ബോംബ് എന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവരുടെ മേലുദ്യോഗസ്ഥന്മാരെ അറിയിക്കണമെന്നും ബാക്കി ഡീറ്റെയിലായിട്ട് ചെക്സും കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് പിന്നെ ആ ഒരു വ്യക്തിനെ പ്രൊസീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ പോക്കിനെ തന്നെ അത് ബാധിക്കുന്ന രീതിയിലുള്ള കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടവർക്ക് വിടാൻ പറ്റില്ല, അത് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ്. സ്വാഭാവികമായിട്ടും മേലുദ്യോഗസ്ഥന്മാരെത്തി ഇദ്ദേഹം ബോംബ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അറസ്റ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, ഭാര്യയും മകനും ഇവർ വിചാരിച്ചത്, അതായത് തായ് എയർലൈൻസിലാണ് അവർ പോകാനിരുന്നത് ഐലൻഡിലേക്ക്. ആ യാത്ര മുടങ്ങി. പിന്നെ ഇദ്ദേഹം ബോംബെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൂടെ 4 പേരും കൂടെ ഉണ്ടായി. അതായത് ഒരേ PNR നമ്പറിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഇവരുടെ കൂടെ യാത്ര ചെയ്യേണ്ടിയിരുന്ന 4 പേരും കൂടെ ഉണ്ട്. അവരുടെ ലഗേജ് ഓൾറെഡി ഫ്ലൈറ്റിൽ കയറ്റിയിരുന്നു. ആ കയറ്റിയ ലഗേജ് പുറത്ത് ഇറക്കി, ഓൾറെഡി കയറ്റി വെച്ച ലഗേജ് അവർ ഫൈൻഡ് ചെയ്ത് പുറത്തിറക്കി അതും ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കേണ്ട അവസ്ഥ വന്നു. ആ 4 പേർക്കും ആ യാത്രയിൽ പോകാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഫ്ലൈറ്റ് പുറപ്പെടേണ്ടിയിരുന്നത് വെളുപ്പിന് 2:10 ഈ ഒരു കാരണം കൊണ്ട്, ഈ ഒരു വ്യക്തി ഇത് പറഞ്ഞത് കൊണ്ട് മാത്രം ഫ്ലൈറ്റ് ഡിലേ ആയി. കാര്യം ഈ പറഞ്ഞ സെക്യൂരിറ്റി ചെക്സിനെല്ലാം വീണ്ടും സമയമെടുക്കും, അത് ഡിലേ ആയി. പിന്നെ ആ ഫ്ലൈറ്റ് അവിടെ നിന്ന് പോകുന്നത് 4:30 എനിക്ക് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എനിക്കിത് ചിരി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു മനുഷ്യൻ്റെ ഒരു ഇറിറ്റേഷൻ, അല്ലെങ്കിൽ അയാൾക്ക് അന്നേരം പറയാൻ തോന്നിയ, എടുത്ത് ചാടി ചെയ്യാൻ തോന്നിയ ഒരു കാര്യം കൊണ്ട് എത്ര പേര് വേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി ചിന്തിക്കുന്നത്. കാര്യം ഇതിലൊന്നും അറിയാണ്ട്, തായ്ലൻഡ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമുക്കറിയാം. അപ്പോൾ ഒത്തിരി പേര് ആ ഫ്ലൈറ്റിൽ തായ്ലൻഡിലേക്ക് എത്തിയിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളും ഇതുമെല്ലാം മനസ്സിൽ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരിക്കും ആ യാത്രയ്ക്ക് വേണ്ടി അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ ഒരു ആളുടെ ഒരു എടുത്തുചാട്ടം കൊണ്ട് അവരുടെ ഒരു യാത്ര 2.5 മണിക്കൂറോളം വൈകുക. കാര്യം ഈ ടൂർ പാക്കേജൊക്കെ എടുത്ത് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവർ 2.5 മണിക്കൂർ വൈകുകയെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് അവിടെ എത്താൻ വൈകുകയാണ്. അപ്പോൾ ഇവർ 2.5 മണിക്കൂർ മുന്നേ അവിടെ എത്തിയിട്ടുണ്ടാവും എന്നുള്ള രീതിയിലായിരിക്കും ഇവരുടെ ഐറ്റിനറി പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് അവിടെ പിക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാവും. ഇവർക്ക് ബുക്ക് ചെയ്ത പല സ്ഥലങ്ങളിലേക്കും കൃത്യസമയത്തിന് എത്താൻ പറ്റാണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇതെല്ലാം ജസ്റ്റ് ഒരു മനുഷ്യൻ്റെ ആ സമയത്ത് തോന്നിയ ഒരു കാര്യം കൊണ്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാർത്ത ഭയങ്കര രസകരവും പക്ഷേ വളരെ വലിയ രീതിയിൽ ചിന്തിപ്പിക്കുന്നതുമായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മുന്നേയൊക്കെ ഇപ്പം നമ്മളുടെ ഡ്രൈവിംഗ് കൾച്ചർ അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഭയങ്കര അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ടേൺ എടുക്കുമ്പോൾ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട്, ഇൻഡിക്കേറ്റർ ഇല്ലാണ്ട് ആൾക്കാർ നമ്മുടെ നേരെ വരും, അല്ലെങ്കിൽ ജസ്റ്റ് മിസ്സിന് പോകുന്ന സമയമൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ അവരുമായിട്ട് അതിന് തർക്കിച്ചൊക്കെ നിന്നാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല.
കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ തർക്കിച്ചുകൊണ്ട് വെറുതെ നമ്മുടെ സമയം പോവും എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കവിടെ വലിയ നേട്ടം, ഇപ്പോൾ അയാളെ കുറച്ച് ചീത്ത പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും നേട്ടം കിട്ടാനില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വലിയ കേടുപാടൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പല സിറ്റുവേഷൻസിൽ ഞാനിങ്ങനെ ഒഴിവാവാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ എയർപോർട്ടിലെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ നമ്മളുടെ കൊച്ചി എയർപോർട്ടിലെ രീതികൾ കാണുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. കാര്യം നമ്മളിപ്പോൾ എല്ലാം എടുത്ത് വെച്ചു എന്ന് വിചാരിച്ച ആ ട്രെയിൽ വെച്ചിട്ട് സ്കാനറിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ ഇപ്പുറത്ത് വേറൊരു മെറ്റൽ ഡിറ്റക്ടർ പോലത്തെ സാധനം ഉണ്ട്, അതിൻ്റെ അകത്തോട് നടക്കണമല്ലോ. അപ്പോൾ അവിടെ എത്തുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുന്നതല്ല, അവിടെ എത്തുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ബെൽറ്റ് ഊരിയിട്ടില്ല എന്നോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ സാധനങ്ങളും കൂടി മാറ്റാനുണ്ട്, അല്ലെങ്കിൽ പോക്കറ്റിൽ നമ്മൾ മാറ്റാൻ മറന്നുപോയ സാധനമുണ്ട്. അപ്പോൾ എഗെയിൻ നമ്മൾ തിരിച്ചു പോയിട്ട് വേറെ ട്രേ എടുത്തിട്ട് അത് അതിൻ്റെ അകത്ത് വെക്കണം. അത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇത് കേൾക്കുന്ന താങ്കളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, അത് അവർ അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് ഒരു റീസണുണ്ട്. അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ എല്ലാവരെയും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നതിലൂടെ ആ ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റിയാണ് അവർ എൻഷുർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ ഇത്ര കാര്യമായിട്ട് ചെക്ക് ചെയ്യാണ്ട് ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം ഫ്ലൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹൈജാക്ക് എന്നുള്ളത് വിട്, ഏതെങ്കിലും രീതിയിൽ ആ ഒരു യാത്രയ്ക്ക് ഭീഷണിയാവുകയാണ്, അല്ലെങ്കിൽ ഇവരുടെ കണ്ണിൽപ്പെടാത്ത എന്തെങ്കിലും ഒരു എക്യുപ്മെൻ്റ് ഫ്ലൈറ്റിൻ്റെ അകത്ത് എത്തി എന്നുള്ളത് പിന്നീടൊരു പ്രശ്നമായ ഈ സുരക്ഷാ ഓഫീസേഴ്സിന് തന്നെ ആയിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഈ വരുന്ന എല്ലാവരെയും എന്തോ കുറ്റക്കാർ എന്നുള്ള രീതിയിൽ കാണുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാര്യം അവർക്കറിയില്ല ഈ വന്നിരിക്കുന്നതിൽ ആരാണ് നല്ല ആൾക്കാർ, ആരാണ് നല്ല അല്ലാത്തതെന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അതിൽ ചെയ്യാനുള്ളതല്ലാണ്ട് പ്രത്യേകിച്ച് വേറൊന്നുമില്ല. എന്തായാലും ഇനി അഥവാ കോഓപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിയമത്തിൻ്റെ മുമ്പിൽ നമ്മൾ വരേണ്ടി വരും. അതിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ മാത്രമല്ല, അത് കാരണം ബാക്കിയുള്ളവരും ബുദ്ധിമുട്ട് അനുഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പല കാര്യങ്ങളിലും ഇറിറ്റേറ്റഡ് ആവാതിരിക്കാൻ ശ്രമിക്കാം, എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പറയാതിരിക്കാനൊക്കെ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ വീഡിയോ പോഡ്കാസ്റ്റാണ്, തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ഈ ഫോർമാറ്റിൽ തന്നെ നമ്മൾ തുടരാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ലാസ്റ്റ് വരെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റിൻ്റെ കോഡ് വേണ്ടേ? ആ കോഡ് വെച്ച് കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ലാസ്റ്റ് വരെ കേട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ കോഡ് എന്ന് പറയുന്നത് സേഫ്റ്റി ആണ് കേട്ടോ. അപ്പോൾ #സേഫ്റ്റി വെച്ച് കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കളെ. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ലാസ്റ്റ് വരെ കേട്ടിട്ടുണ്ടെന്ന്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടിൽ ദി എൻഡ്. ഇറ്റ് റിയലി മീൻസ് എ ലോട്ട് ടു മീ. അപ്പോൾ നമുക്കിനി നാളത്തെ പോഡ്കാസ്റ്റിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന വിശ്വാസത്തോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണൻ, സൈനിങ് ഔട്ട് ഫ്രം സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്.